ഫെഫ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഗമം, ഏറ്റവും സമഗ്രമായ തൊഴിലാളി സംഗമം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി. അപ്പോൾ ഈ തൊഴിലാളി സംഗമത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ശ്രീ കമലഹാസൻ പറഞ്ഞത് ലോകത്തിലാദ്യമായി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി എന്ന് വിശ്വസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല, നിങ്ങൾ തെറ്റാണ്, ലോകത്തിലാദ്യമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു തൊഴിലാളി സംഘടന ഒരു എക്സ്റ്റേണൽ ഏജൻസികളെയും അല്ലെങ്കിൽ റിസോഴ്സസും ആശ്രയിക്കാതെ അവനവൻ്റെ നീക്കിയിരിപ്പിൽ നിന്ന് അംഗങ്ങൾക്ക് ആരോഗ്യ സുരക്ഷ ഏർപ്പെടുത്തുക എന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി സംഘടനകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ പിന്തുടരുന്നത് എല്ലാം ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻസിയുമായി നമ്മളുടെ ഒരു യൂണിയൻ ടൈപ്പ് ചെയ്യുന്നു, ഒരു പ്രീമിയം അടയ്ക്കുന്നു, അങ്ങനെയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, കളക്റ്റീവായിട്ടുള്ള ഇൻഷുറൻസാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കാരണം ക്ലെയിം പലപ്പോഴും 70 to 80% നമുക്ക് കിട്ടാറുള്ളൂ. പ്രീമിയം ആണെങ്കിൽ കയറി പോകുന്നു. അപ്പോൾ ഈ പ്രീമിയം എല്ലാം അടച്ചുകൊണ്ടിരുന്നത് യൂണിയനാണ്. അത് കഴിഞ്ഞൊരു 6 മാസത്തെ ഞങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരംഗത്തിന് ആളൊന്നിന് 3000 രൂപ എന്നൊരു തുക ഫിക്സ് ചെയ്തുകൊണ്ട് അത് ഒരു ഡെഡിക്കേറ്റഡ് വെൽഫെയർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 10ഓളം യൂണിയനുകൾ ഈ അംഗങ്ങളുടെ പൈസ മുഴുവനും യൂണിയനാണ് അടയ്ക്കുന്നത്. ബാക്കി വരുന്ന 8-9 യൂണിയനുകൾ പകുതി പൈസ അടയ്ക്കുന്നു, പകുതി അംഗം അടച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് ഈ 60 അംഗം 50 അംഗമൊക്കെ ഉള്ള ചെറിയ യൂണിയനുകളുണ്ട്. അപ്പോൾ അവർ അംഗങ്ങളോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും യൂണിയനാണ് അതിൻ്റെ ബാധ്യത എടുത്ത് അങ്ങനെ ഒരു കോമൺ വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ആൾ ആശുപത്രി ചികിത്സയ്ക്ക് നേരിടേണ്ടി വരുന്ന ആശുപത്രി ചികിത്സയ്ക്ക് വിധേയനാകേണ്ടി വരികയാണെങ്കിൽ ആ ബില്ല് പ്രതിവർഷം 3 ലക്ഷം രൂപ വരെ ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അത്ര വലിയൊരു തുകയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംഘടന അവരുടെ റിസോഴ്സസിൽ നിന്ന് മുഴുവൻ അംഗങ്ങൾക്കും ഇത്തരത്തിൽ ആരോഗ്യ പരിരക്ഷ നൽകുന്നത് ഇന്ത്യയിൽ വേറൊരു ട്രേഡ് യൂണിയനും ചെയ്തിട്ടില്ല, ചലച്ചിത്ര സംഘടനകൾ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടതില്ല, ട്രേഡ് യൂണിയനുകൾ ചെയ്തിട്ടില്ല. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്രകാരനും നടനുമായ ശ്രീ കമലഹാസൻ്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ലോകത്തിൽ ഒരു ട്രേഡ് യൂണിയനും അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ മഹനീയമായ ഒരു ഉദ്യമത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ അത് നിലവിൽ വരികയാണ്. അതോടൊപ്പം ഈ വേദിയിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് ഒരു തൊഴിലാളി സംഘടനയും ഇതുവരെ ചെയ്യാത്ത 3-4 ഉദ്യമങ്ങൾ കൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നാളെ നിങ്ങൾക്ക് അത് നേരിട്ട് കാണാവുന്നതാണ്.